ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത 48 മണിക്കൂർ പ്രേക്ഷകർക്ക് എങ്ങനെയായിരിക്കും. സോ ലെറ്റ്സ് സീ. അടുത്ത 48 മണിക്കൂർ ഹൈ വൈബ്രേഷണൽ ഡേയ്സ് ആണ്. നവരാത്രി നടക്കുകയാണ്. ഈ നവരാത്രി സമയത്ത് മാനിഫെസ്റ്റേഷൻ റിച്വൽസ് ചെയ്യുക. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ആണ്, മന്ത്രകളാണ്, ഓർ സ്വിച്ച് വേർഡ്സ് ആണ്. എന്താണോ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാം അവരവർക്ക് എന്തൊക്കെയാണ് ശരിയാകുന്നത്, അത് ചെയ്യൂ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ വിഷ്വലൈസേഷൻ ചെയ്യൂ. ഓക്കെ, ഈ ഒരു ടൈം പീരീഡ് വെറുതെ കളയല്ല. ബിക്കോസ് ഇറ്റ്സ് വളരെ വളരെ ഹൈ എനർജി പീരീഡ് ആണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് 48 hours. ഓൾറൈറ്റ്, സോ ഈ രണ്ട് കാർഡ്സ്. Okay, Four of Pentacles in reverse, Ace of Swords in reverse. So I think ഒരു 90% പ്രേക്ഷകർ നിങ്ങൾ ഏത് ഡിസിഷൻ എടുത്തോ അതിനെക്കുറിച്ച് റിഗ്രറ്റിലാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ആകാം, സ്റ്റെബിലിറ്റിയെക്കുറിച്ചാകാം. ഓക്കെ, ബിക്കോസ് പണം എന്ന് പറയുന്നത് പണം മാത്രമല്ലല്ലോ, സ്റ്റെബിലിറ്റിയും കൂടിയാണ്. ഓക്കെ, സോ അതായത് നിങ്ങളുടെ സ്റ്റെബിലിറ്റി പലർക്കും പലതാണ്. ചിലർക്ക് വീട് സ്റ്റെബിലിറ്റിയാണ്, ചിലർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയാണ്, ചിലർക്ക് നല്ലൊരു വരുമാനം സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിലെ സ്റ്റെബിലിറ്റി. ചിലർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണ് സ്റ്റെബിലിറ്റി. ഓക്കെ, സോ എവിടെയോ നിങ്ങൾ എടുത്തൊരു ഡിസിഷൻ അത് ശരിയായിരുന്നോ, അതോ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ടോ ഇൻ എ നെഗറ്റീവ് വേ എന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, ഇത് ആലോചിക്കുന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. അതായത് ഇൻ ദിസ് 48 hours നിങ്ങൾ ആ ഒരു കാര്യം ആലോചിക്കാൻ ഇടയുണ്ട്. ഓക്കെ, Two of Pentacles. So yeah, something related to your finances. പല പ്രേക്ഷകർക്കും ഇത് നിങ്ങൾ ജോബിന് വേണ്ടി എടുത്ത ഒരു ഡിസിഷനെ കുറിച്ചാണ്. ഓക്കെ, ജോബ് ആകാം, ബിസിനസ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി മാറ്റി വേറൊരു ജോലിയിൽ പോകുന്നതാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് നിർത്തിയിട്ട് പുതിയൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതാണ് ഈ 48 മണിക്കൂർ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ വൈ Five of Cups. സോ ഐ തിങ്ക് ഓക്കെ, ഓൾറൈറ്റ്. സോ ചില പ്രേക്ഷകർക്ക് നിങ്ങൾ ഈ വിടുന്ന ജോലി, നിങ്ങൾ മാറ്റി വെക്കുന്ന ഈ ഒരു കാര്യം, ഇത് വളരെ അടുപ്പമുള്ളതായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ വളരെ നല്ല രീതിയിൽ വലുതാക്കണം എന്ന് വിചാരിച്ചൊരു ബിസിനസ്സായിരുന്നു. ചില പ്രേക്ഷകർക്ക് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത, ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്ന് വിചാരിക്കാത്തൊരു റിലേഷൻഷിപ്പായിരുന്നു. ഓക്കെ, സോ അതിനെക്കുറിച്ച് നിങ്ങൾ ഏറെ ആലോചിക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾ റിഗ്രറ്റിലാണ്. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഈ ഒരു ടൈം പീരീഡ് വളരെ ഹൈ ആണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതായിരിക്കും ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ ഗോ ഫോർ ഹീലിംഗ്. ഓക്കെ, യൂട്യൂബ് എടുക്കൂ, ഹാർട്ട് ചക്ര ഹീലിംഗ് വെക്കൂ, ഹോപ്പോനോപോനോ ചെയ്യൂ. ഓർ നിങ്ങൾ റീക്കി മാസ്റ്റേഴ്സ് ആണ്, റീക്കി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റീക്കി ഹീലിംഗ് കൊടുക്കാൻ തുടങ്ങൂ. ഓക്കെ, നിങ്ങൾ ടാരോ കാർഡ് റീഡേഴ്സ് ആണെങ്കിൽ ടാരോ ഹീലിംഗ് കൊടുക്കാൻ തുടങ്ങൂ. ഓക്കെ, ഓർ എൽസ് നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ ഹീലറിങ് കൊണ്ട് ഹീൽ ചെയ്യൂ. ഓക്കെ, ബട്ട് ഡു ദ ഹീലിംഗ്. കാരണം ഈ ഒരു എനർജിയിൽ ഇപ്പോഴത്തെ ഈ നവരാത്രി സീസണിൽ ഇരിക്കരുത്. ഓൾറൈറ്റ്, അത് നെഗറ്റീവ്ലി നിങ്ങളെ ബാധിക്കും. സോ സംതിങ് ഹാവ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, Seven of Swords ആൻഡ് Queen of Swords. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചില പ്രേക്ഷകർക്ക് വഴക്ക്, ബഹളം. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ചില ആൾക്കാരുടെ ഡിസെപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് വന്നിട്ടുണ്ട്, ചില പ്രേക്ഷകരുടെ കയ്യിൽ പ്രൂഫ് വന്നിട്ടുണ്ട് ദാറ്റ് ആൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അവിടെ വാക്തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐദർ ഇത് വാക്തർക്കങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ 48 മണിക്കൂർ. ഓക്കെ, ബിക്കോസ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞു. ഓക്കെ, ഈ സംഭവം കഴിഞ്ഞു ആൻഡ് ആ ഒരു ആ കഴിഞ്ഞ സംഭവത്തിൻ്റെ പ്രോസസ്സിങ്ങിലാണ് നിങ്ങളിപ്പോൾ ഈ 48 മണിക്കൂർ. സോ 90% ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് ഓക്കെ റെസനേറ്റ് ആകുകയുള്ളൂ. ഓക്കെ, ചില പ്രേക്ഷകർക്ക്, ഏത് പ്രേക്ഷകർ ഈ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഓക്കെ, അവർക്ക് ഈ 48 മണിക്കൂറിനുള്ളിൽ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, പെർട്ടിക്കുലർലി ലേഡി ആയിരിക്കാം, ബട്ട് ഫെമിനൈൻ എനർജി, ദാറ്റ് ഈസ് നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരാൾ. അത് ബിസിനസ്സിലാണെങ്കിൽ നല്ല പേരെടുത്ത ഒരാൾ, കരിയറിലാണെങ്കിലും നല്ല പേരെടുത്ത ഒരാൾ, റിലേഷൻഷിപ്പിലാണെങ്കിലും എങ്ങനെ എല്ലാ റിലേഷൻഷിപ്പ് ഒന്നിച്ച് കൊണ്ടുപോകണം എന്ന് അറിയാവുന്ന ഒരാൾ. ഓക്കെ, ആ ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ, നിങ്ങൾക്കൊരു വഴി നൽകാൻ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അത് വരുന്നതാകാം, ഫോണിൽ സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നതാകാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിവൺ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ എന്നെനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ അധികം ടച്ചിലില്ലാത്ത ഒരാളാണിത്. ഓക്കെ, യെല്ലോ കളറുമായിട്ട് അവർ വളരെ ഒബ്സെസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. സോ യെല്ലോ കളറുമായിട്ട് ഒബ്സസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. വേൾഡ് കാർഡാണ്. ആ ആൾ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു റിഗ്രറ്റ്, റിമോഴ്സ് ഇത് എൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എന്താണോ ഇപ്പോൾ എന്ത് വിഷമത്തിലാണോ ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്, ഓക്കെ, ദേവി ഉപാസന കേൾക്കുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങളിൽ ചിലർ ദേവി ഉപാസന ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കൺഫർമേഷനാണ്. 3 of Swords ആണ് വന്നത് ആൻഡ് 9 of Swords. ഓക്കെ, സി ഈ 48 മണിക്കൂറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വിഷമത്തിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി വരില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ദാറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ ഒരു സഹായം, ആ സഹായത്തെ അംഗീകരിക്കും. ഓക്കെ, ഓക്കെ ഡിവൈൻ. സോ അഡ്വൈസ് എന്താണ് പ്രേക്ഷകർക്ക്? അഡ്വൈസ് എന്താണ്? ഓക്കെ, ഒബ്സ്റ്റിക്കിൾ ചാലഞ്ചസ് ലൈഫിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്കുമുണ്ട്, യൂഷ്വലാണ്, പുതിയ കാര്യമല്ല. ഓക്കെ, സോ ഓക്കെ, ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഈ കാർഡിൽ റിവേഴ്സ്. സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളർത്താൻ ശ്രമിക്കൂ. ഓക്കെ, ഇൻറ്റ്യൂഷൻ വളർത്താൻ ശ്രമിക്കൂ. 70225 എന്ന നമ്പർ കണ്ടിന്യൂസ്ലി ചാൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരാൻ. യെസ്, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യൂ. സോ ലുക്ക്, പ്രേക്ഷകർക്ക് ഇത്രയും വിഷമങ്ങൾ വരാൻ കാരണം എന്താണ്? നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ട് പോലും നിങ്ങൾക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. കാരണം എന്താണ്? ഒബ്സ്റ്റിക്കിൾ ചാലഞ്ചസ് സ്പിരിച്വാലിറ്റിയിലുള്ളവർക്ക് എപ്പോഴും ഉള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ഷുവർ, 100% ഷുവർ. നൗ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ ഈ ഒബ്സ്റ്റിക്കിൾസ്, ഈ വരുന്ന തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ എന്ത് യൂണിവേഴ്സിനോട് ചോദിക്കുന്നോ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. സോ എവിടെയോ ആ കണക്ഷൻ നിങ്ങളുടെ ബ്രേക്ക് ആയിരിക്കുകയാണ് ഇവിടെ പറയുന്നത്. ഈവൻ ദോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും, ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണെങ്കിൽ പോലും തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഉറക്കമില്ലായ്മ, പേടി, ഭയം ആൻഡ് ഒത്തിരി റിഗ്രറ്റ്, റിമോഴ്സ് എന്നുള്ള സിറ്റുവേഷനിൽ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഇത്രയും കൂടി അലൈൻഡ് ആകാനുണ്ട്. ഓക്കെ, അതിനുള്ള സിമ്പിൾ ഒരു റെമഡി പറഞ്ഞു തരാം. ഓക്കെ, ഇതെനിക്ക് ഗൈഡ്സ് നൽകുന്ന റെമഡിയാണ്. ഓക്കെ, സോ ടേക്ക് ഇറ്റ്. ആർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ചെയ്യുക, ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ചെയ്യാതിരിക്കുക. ഓക്കെ, വൈറ്റ് കളറിലെ ഒരു പേപ്പർ എടുക്കൂ, ബ്ലൂ കളറിലെ ക്രയോൺസ് എടുക്കൂ. ഓക്കെ,
ക്രയോൺസ് ആയിട്ട് ഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് യൂണിവേഴ്സിനെയാണ്. ഓക്കെ, യൂണിവേഴ്സ് ഗൈഡ് മീ. ഓക്കെ, യൂണിവേഴ്സ് എന്നെ ഗൈഡ് ചെയ്യൂ ആൻഡ് ഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കളർ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഒരു കളർ എടുക്കണം എന്ന് തോന്നിയേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ആ കളറുമായിട്ട് ഡ്രോ ചെയ്യൂ. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഡിവൈൻ ഇൻറ്റ്യൂഷൻ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. മൈറ്റ് ബി നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കാൻ തോന്നും ആ പേപ്പറിൽ മേളിൽ തന്നെ. ഡു ഇറ്റ്. ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ ചെയ്യും. ഒരു പെന്നെടുത്തു, പെൻസിലെടുത്തു, നിങ്ങൾ ക്രയോൺസിൻ്റെ മേളിൽ നിങ്ങൾ ഡ്രോ ചെയ്യുക. എവ്രിതിങ് വൺസ് യു കംപ്ലീറ്റഡ്, വൺസ് നിങ്ങൾക്ക് തോന്നുന്നു ഇനി എനിക്കൊന്നും ചെയ്യേണ്ട താല്പര്യമില്ല, വെക്കൂ. ലുക്ക് അറ്റ് ദാറ്റ് ഡ്രോയിങ്. ജഡ്ജ്മെൻറ്റ് ഒന്നുമില്ലാതെ ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ഡ്രോയിങ്. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് തെളിയിക്കുന്ന ഒരു കാര്യമായിരിക്കും അതിനകത്തുള്ളത്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അതായത് നിങ്ങൾ ആ ഡ്രോയിങ്ങിൽ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കും. അല്ലെങ്കിൽ മൈറ്റ് ബി നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ബിക്കോസ് കുഞ്ഞുങ്ങൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ബിക്കോസ് ഏഞ്ചൽസ് ആൻഡ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളിൽ ത്രൂ ആണ് അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. സോ മൈറ്റ് ബി അവർ നോക്കി ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യും. ഇത് ചിലർക്ക് ജോക്കായിട്ട് തോന്നും. എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചിലർ ഇതൊക്കെ വെറുതെയാണ്, അതാണ് ഇതാണെന്ന് പറയും. ഡിയർ, ഞാൻ നിങ്ങൾക്കല്ല ഈ ഉത്തരം നൽകുന്നത്. ഓക്കെ, ഈ ഒരു ടിപ്പ് നിങ്ങൾക്കല്ല. ആർക്കാണോ ഈ ടിപ്പുമായിട്ട് കണക്ഷൻ തോന്നുന്നത് അവർ മാത്രം ചെയ്യൂ. ഓക്കെ, ആൻഡ് യു വിൽ സീ ദ മാജിക്. എപ്പോഴും ജഡ്ജ്മെൻറ്റ്സിൽ നിൽക്കാതിരിക്കൂ. ഓക്കെ, എനിക്കറിയാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നത് മാറ്റും. ഓക്കെ, എവിടെ നിങ്ങൾ ഫ്ലോ കൊണ്ടുവരുന്നോ അവിടെ നിങ്ങളുടെ ചാലഞ്ചസ് മാറിപ്പോകുന്നതാണ്. സോ നെക്സ്റ്റ് 48 hours, യെസ്, ചില പ്രേക്ഷകർക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും, ചില പ്രേക്ഷകർക്ക് ഉത്തരങ്ങൾ കൊണ്ടുവരുന്ന 48 hours ആണ്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 കണ്ടു നോക്കുക. അവിടെ പിക്ക് കാർഡ് റീഡിങ്സ് വരുന്നുണ്ട്. ഓക്കെ, ഷോർട്സ് കാണുക ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടി വാട്സപ്പ് നമ്പർ ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.